എല്ലാ കൂട്ടുകാർക്കും ഡെവിൽ ടൈഗേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടെർമക്സ് വഴി അല്ലെങ്കിൽ നമ്മളെ ലാപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ലിനക്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ടെർമിനൽ വഴി എങ്ങനെ ചാറ്റ് ചെയ്യുമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ഷോർട്ട് ഫിലിമിലും അതുപോലെ ഹാക്കിംഗ് റിലേറ്റഡ് ആയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവർ ടെർമക്സ് വഴി എങ്ങനെ ചാറ്റ് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം സിസ്റ്റത്തിൽ എങ്ങനെ ഈ ഒരു ചാറ്റിങ് ചെയ്യാമെന്ന് പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ ശേഷം നമുക്ക് ഫോണിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് ആണ്. അതിൻ്റെ ടെർമിനൽ നിങ്ങൾ ഓപ്പൺ ആക്കുക. എന്നിട്ട് നിങ്ങൾ അത് റൂട്ടിലിടാൻ വേണ്ടിയിട്ട് sudo su എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ അവിടെ പാസ്വേഡ് ചോദിക്കും. നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് ഉണ്ടെങ്കിൽ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് അവിടെ കാണിക്കില്ല. പക്ഷേ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രം ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ഡയറക്റ്റ് റൂട്ടിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ റൂട്ടിലായിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് irssi എന്ന് പറഞ്ഞ പാക്കേജാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചാറ്റിങ് നടത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ sudo apt-get പിന്നെ ഇൻസ്റ്റാൾ കൊടുത്തിട്ട് irssi എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. sudo apt-get ഇൻസ്റ്റാൾ irssi. അപ്പോൾ അതവിടെ ഇൻസ്റ്റാൾ ആയിക്കോളും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എൻ്റെ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ irssi എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തൊരു പാക്കേജ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് irssi. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പാക്കേജ് റണ്ണാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ പറ്റുക. ഇനി നമുക്കൊരു സെർവറിലോട്ട് കണക്റ്റ് ആക്കണം. ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചാറ്റൊക്കെ സ്റ്റോർ ചെയ്യാൻ ഒരു സെർവർ വേണ്ട. അപ്പോൾ ആ സെർവറിലോട്ട് കണക്റ്റ് ആക്കണം. കണക്റ്റ് ആക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെർവറിലോട്ട് കണക്റ്റ് ആക്കി. ഞാൻ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഫ്രീനോഡ് എന്ന് പറയുന്ന സെർവർ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് കണക്റ്റ് ആക്കുകയാണ്. അവിടെ നിങ്ങൾ അടിയിൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ /കണക്റ്റ് എന്നിട്ടൊരു സ്പേസ് ഇട്ടിട്ട് ഫ്രീനോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രീനോഡ് എന്നുള്ള സെർവറിലോട്ട് കണക്റ്റ് ആവും. അത് കണക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അടിയിൽ എഴുതി കാണിക്കണം കാണാൻ പറ്റും, യു ആർ കണക്റ്റഡ് ടു chat.freenode.net. അങ്ങനെ ഒരു സംഭവം എഴുതി കാണിച്ചു കഴിഞ്ഞാൽ സംഭവം സക്സസ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അടുത്തതായിട്ട് നമുക്കൊരു നിക്ക് നെയിം ഇടണം. ഒരു യൂസർ നെയിം അതിൽ എടുക്കണം ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചാറ്റ് ചെയ്യുമ്പോൾ ഇന്നയാളാണ് ചാറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പേര് കാണിക്കേണ്ട, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നിക്ക് നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു / കൊടുക്കുക. എന്നിട്ട് നിക്ക് എന്ന് സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു നിക്ക് നെയിം കൊടുക്കാൻ പറ്റും. നിക്ക് നെയിം കൊടുക്കുമ്പോൾ സ്പേസ് ഇല്ലാത്തൊരു നെയിം കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർസ്കോറൊക്കെ ഇട്ടിട്ട്. ഞാനിപ്പോൾ ഇവിടെ ടൈഗർ ഹാക്കർ എന്നുള്ളൊരു നിക്ക് നെയിം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ യു ആർ നൗ നോൺ ആസ് ടൈഗർ ഹാക്കർ എന്നുള്ളൊരു പേരോടെ എഴുതി കാണിക്കാൻ പറ്റും. സംഭവം സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ നിക്ക് നെയിം സെറ്റായി. ഇനി നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ആരൊക്കെ ജോയിൻ ചെയ്ത് അവർക്കൊക്കെ ഒരുമിച്ച് ചാറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ചാനലിൽ ആരൊക്കെ ജോയിൻ ആവേണ്ട അവർക്കൊക്കെ ഇതിൽ ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് / കൊടുത്തിട്ട് ജോയിൻ എന്ന് കൊടുക്കുകയാണ്. ജോയിൻ കൊടുത്തിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ദ ഡെവിൽ ടൈഗേഴ്സ് എന്നുള്ള ഒരു ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ സ്പേസിൻ്റെ പകരം അണ്ടർസ്കോർ ഇടുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാനൊരു ചാനൽ ഇപ്പോൾ തുടങ്ങുകയാണ്. ഇപ്പോൾ ദ ഡെവിൽ ടൈഗേഴ്സ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഞാൻ മാത്രമാണ് ഉള്ളൂ. കാരണം ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ള ഈ ഒരു ചാനൽ. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ അവർ ഇതേ ചാനൽ വെച്ചിട്ട് തന്നെ അവർ ജോയിൻ ആവണം. ജോയിൻ കൊടുത്തിട്ട് മറ്റുള്ളവരുടെ ഫോണിലാണെന്നുണ്ടെങ്കിൽ അവർ ഇതേ ചാനൽ തന്നെ കയറിയാലാണ് ആ ഒരാൾക്ക് ഈ ഒരു ചാനൽ വെച്ച് ചാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അടിയിൽ നമുക്ക് ഇനി മെസ്സേജ് അയക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഹായ് അയച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ മുകളിൽ കാണാൻ പറ്റും ജോയിൻ ടു ദ ഡെവിൽ ടൈഗേഴ്സ് എന്ന് കണ്ട. ഹായ് അയക്കുമ്പോൾ ദ ടൈഗർ ഹാക്കർ എന്നായിട്ട് ഹായ് എന്നുള്ള മെസ്സേജ് അവിടെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മാത്രമുള്ള ഈ ഒരു ചാനൽ. ഇനി മറ്റുള്ളവരെങ്ങനെയാണ് ഇതിൽ കയറുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഹായ് ഹലോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇനി ഞാനിപ്പോൾ ഒരു ഫോൺ എടുക്കുകയാണ്. ഞാൻ ഫോണിലൂടെയാണ് ഞാൻ ജോയിൻ ആവാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ജോയിൻ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഇതേ സെയിം ചാനലിൽ ഇപ്പോൾ ഇയാളുമായിട്ട് ഇപ്പോൾ ടൈഗർ ഹാക്കർ എന്നുള്ള ഒരാൾ ഇതിൽ ജോയിൻ ആയിട്ടുണ്ട്. അത് ഞാനാണ്. അപ്പോൾ എന്നോട് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം സെർവർ ആവണം, അതുപോലെ സെയിം ചാനലായിരിക്കണം. ഈ നിക്ക് നെയിം സെയിം എടുക്കാൻ പാടില്ല. അതിൽ ഏതെങ്കിലും കാണിക്കും ഒരാൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വേറൊരു നിക്ക് നെയിം എടുത്തിട്ട് വേണം ജോയിൻ ആവാൻ. ചാനൽ സെയിം ആവണം. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ചാനൽ ഇത് ഡെവിൽ ടൈഗേഴ്സ് ആണ്. അപ്പോൾ അതേ പേരിൽ ചാനലിൽ ജോയിൻ കൊടുത്താലാണ് എനിക്ക് അയാളോട് ചാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഞാനെടുത്ത സെർവർ ഫ്രീനോഡാണ്. അപ്പോൾ ആ ഫ്രീനോഡിനെ അയാൾ എടുക്കണം. ഓക്കെ, നിക്ക് നെയിം ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഫോണിലൂടെ അത് എടുത്തിട്ട് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ലാപ്പിൽ ചെയ്യുക എങ്ങനെയാണ്, ഇതേ സെയിം കമാൻഡ് തന്നെ ഫോണിൽ, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫോണിലൂടെ അതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫോണിലാവുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ടെർമക്സ് ഓപ്പൺ ആക്കുക.
എന്നിട്ട് അവിടെ ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം IRSSI എന്നുള്ളത്. അതിന് വേണ്ടി നിങ്ങൾ pkg ഇൻസ്റ്റാൾ IRSSI സ്പേസ് -y അടിക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഒരു പാക്കേജ് അവിടെ ഇൻസ്റ്റാൾ ആവും. ഓക്കെ, എൻ്റെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിൻ്റെ ശേഷം നിങ്ങൾ ആ പാക്കേജ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് IRSSI എന്ന് അടിച്ചിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ റൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം സെർവറിലോട്ട് കണക്റ്റ് ആക്കുക, മറ്റേത് കണക്റ്റ് ആക്കിയ പോലെ /connect freenode. അതിൻ്റെ ശേഷം ഒരു നിക്ക് നെയിം സെലക്ട് ചെയ്യണം. നിക്ക് നെയിം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് /nick സ്പേസ് എന്നിട്ട് ആ നിക്ക് നെയിം കൊടുക്കുക. ഞാനിപ്പോൾ ഡെവിൽ ടൈഗേഴ്സ് ഇനി എടുക്കാൻ പറ്റില്ല, കാരണം അത് അല്ല ടൈഗർ ഹാക്കർ ഇനി എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ നിക്ക് നെയിം ഞാൻ മുന്നേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ പേര് കൊടുക്കുകയാണ് /nick ആഷിക്ക്. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ചാനലിലോട്ടാണ് ജോയിൻ ആവേണ്ടത്. അപ്പോഴാണ് ടൈഗർ ഹാക്കറുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടൈഗർ ഹാക്കർ എന്നുള്ള നിക്ക് കൊടുത്തിട്ടുള്ളത് ദ ഡെവിൽ ടൈഗേഴ്സിലാണ്, ആ ഒരു ചാനലിലാണ്. അപ്പോൾ ഞാനിവിടെ /join ദ ഡെവിൽ ടൈഗേഴ്സ് എന്ന് കൊടുത്തിട്ട് ആ ഒരു ചാനലിൽ ജോയിൻ ആവുകയാണ്. അതിൻ്റെ സ്പെല്ലിങ്ങൊക്കെ കറക്റ്റ് ആവണം ചാനലിൽ, അപ്പോൾ അതിൽ കറക്റ്റായി ജോയിൻ ആകാൻ പറ്റുള്ളൂ. ഓക്കെ, ജോയിൻ ആയിട്ടുണ്ട്. ഞാനിവിടെ ഹായ് നയിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഹായ് അയക്കുമ്പോൾ ഇവിടെ ആഷിക്ക് എന്ന് പറഞ്ഞിട്ട് ഹായ് എന്നുള്ള മെസ്സേജ് വന്ന് കാണാൻ പറ്റും. മാത്രമല്ല ആഷിക്ക് ജോയിനഡ് ദ ഡെവിൽ ടൈഗേഴ്സ് എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിവിടെ ഡാ എന്ന് അയക്കുമ്പോൾ അതിവിടെ ഡാ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ലാപ്പിൽ നിന്ന് എന്താടാന്ന് അയച്ചിട്ടുണ്ട്, അതിവിടെ ഈ ഫോണിലും കാണാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ഒരു വാട്സപ്പിലും ടെലിഗ്രാമിലൊക്കെ ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഈ ഒരു ചാറ്റിങ് 2 ആൾക്കാർക്ക് മാത്രമല്ല, എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഈ ഒരു സെയിം ചാനലിലോട്ട് ജോയിൻ ആയിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ചാനൽ എന്ന് പറയുന്നത് ഡെവിൽ ടൈഗേഴ്സ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള നിക്ക് നെയിം കൊടുക്കാം. സെർവർ നിങ്ങൾ ഫ്രീനോഡ് എടുക്കുകയാണ് നല്ലത്, അതാണ് ഡിഫോൾട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി, ഞാൻ റിപ്ലൈ അയക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം. ഇറ്റ് ഈസ് മീ ആഷിഖ് സൈനിങ് ഔട്ട്.